ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഐതിഹാസിക സൂപ്പർ ഹീറോ ശക്തിമാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ നായകനായി രൺവീർ സിംഗ് വേണ്ടെന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നടനും നിർമ്മാതാവുമായ മുകേഷ് ഖന്ന. രൺവീറിനെ നായകനാക്കുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും ഇതിന്റെ പേരിൽ തനിക്ക് കോടികളുടെ നഷ്ടമാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. രൺവീർ സിംഗ് തന്റെ പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലാണ് നിലവിൽ. ദുരന്തർ 2 ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച കളക്ഷൻ നേടിയ ചിത്രമാകാനുള്ള പാതയിലും. എന്നാൽ സൂപ്പർ ഹീറോ ശക്തിമാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ നായകനായി രൺവീർ സിംഗ് വേണ്ടെന്ന തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നടനും നിർമ്മാതാവുമായ മുകേഷ് ഖന്ന. ശക്തമായ അഭിപ്രായങ്ങൾക്കും തുറന്നു പറച്ചിലുകൾക്കും പേരുകേട്ടയാളാണ് മുതിർന്ന നടൻ മുകേഷ് ഖന്ന. സിനിമാ മേഖലയിലും സാമൂഹ്യ വിഷയങ്ങളിലും തന്റെ തുറന്ന നിലപാടുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ദുരന്തർ 2 എന്ന ചിത്രത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നാലെ സിനിമയിലേക്ക് രൺവീർ സിംഗിന്റെ പ്രകടനത്തെ മുകേഷ് ഖന്ന പ്രശംസിച്ചു. രൺവീർ ഊർജ്ജസ്വലനായ നടനാണെന്നും ഗലി ബോയ്, ഗിൽജി തുടങ്ങിയ വേഷങ്ങൾ മനോഹരമായി ചെയ്ത വ്യക്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശക്തിമാൻ എന്ന കഥാപാത്രത്തിന് അഭിനയശേഷിക്ക് പുറമെ ആ വേഷത്തിന് അനുയോജ്യമായ ഒരു മുഖം കൂടി വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൃഥ്വിരാജ് ചൗഹാനായി അക്ഷയ് കുമാർ അഭിനയിച്ചത് ഉദാഹരണമായി കാട്ടിയാണ് മുകേഷ് ഖന്ന സംസാരിച്ചത്. പൃഥ്വിരാജ് ചൗഹാൻ നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിത്വം തോന്നണം. അക്ഷയ് കുമാറിന് ആ സിനിമയിൽ അത് തോന്നിയിരുന്നില്ല. കേവലം വിഗ് വെച്ചാൽ മാത്രം പോരാ, ഞാനൊരു ചരിത്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ വേഷം മാറാൻ മാത്രം 1.5 മണിക്കൂർ എടുക്കുമായിരുന്നു. ഇതുവഴി എനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. സിനിമയുടെ മുന്നോട്ട് പോകാൻ സോണി എനിക്ക് വലിയ തുക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ താരനിരയോട് താല്പര്യമില്ല. അവർ ഒരു വലിയ താരത്തെ വേണമെന്ന് വാശി പിടിക്കുന്നു. എനിക്കൊരു സൂപ്പർ താരത്തെയും വേണ്ട, മുകേഷ് ഖന്ന പറയുന്നു. രാജ്യവ്യാപകമായി ഡിഷൻ നടത്തി ലളിതവും ദയാലുവുമായ മുഖമുള്ള ഒരു പുതുമുഖത്തെ ശക്തിമാനായി കണ്ടെത്തണമെന്നാണ് മുകേഷ് ഖന്നയുടെ ആഗ്രഹം. നിലവിൽ ഒരു ഇമേജുള്ള നടൻ ശക്തിമാനായാൽ അത് ആ കഥാപാത്രത്തെ ബാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.